കൂടുതൽ ആൾക്കാരുടെയും ഒരു വിചാരമുണ്ട്, ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഫുൾ ഓഫ് ആർട്ടിഫിഷ്യൽ തിങ്സ്, ഇഞ്ചെക്ഷൻസും ഒരുപാട് പിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് $1,000,000 ഒക്കെ ചിലവാക്കി ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ശരിയാണ്. അങ്ങനെയും ഒരു ബയോ ഹാക്കിംഗ് ഉണ്ട്. പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റിൽ അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മളും ഇപ്പോൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ബയോ ഹാക്കിംഗ് ഇൻവോൾവ്സ് മേക്കിംഗ് ഇൻറ്റൻഷണൽ ചേഞ്ചസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ് ടു എൻഹാൻസ് ദ ബോഡീസ് പെർഫോമൻസ്, ഹെൽത്ത് ആൻഡ് ലോഞ്ചിറ്റിവിറ്റി. ഒരു സമ്മറായിട്ട് അങ്ങനെ പറയാം. അതായത് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയിലും അതുപോലെ നമ്മുടെ ഡയറ്റിലും നമ്മൾ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെ ഒപ്റ്റിമൽ പെർഫോമൻസ്, നമ്മളെ ഏറ്റവും എന്താ പറയുക പീക്ക് പെർഫോമൻസിലെത്താൻ, അതുപോലെ നമ്മുടെ ആരോഗ്യവും പിന്നെ ലോഞ്ചിറ്റിവിറ്റി, ഈ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ബയോ ഹാക്കിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടും ജീവിക്കുക എന്നുള്ളതല്ല. പക്ഷെ 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കുകയാണെങ്കിലും ആ ഒരു ടൈമിൽ പോലും നമുക്കൊരു മല കയറാനും കൈക്കോട്ടെത്താനൊക്കെയുള്ള ഒരു ആരോഗ്യം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ്. അതായത് ഒരിക്കലും മരണത്തെ എന്ത് ചെയ്യുക, മരണത്തെ എതിർക്കുക, എന്നിട്ട് കുറേ കാലം ജീവിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഉള്ള സമയം, ജീവിക്കുന്ന സമയം ഏറ്റവും പീക്ക് പെർഫോമൻസിൽ, പീക്ക് ഹെൽത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കുറച്ച് നാച്ചുറൽ ആൻഡ് ലോ കോസ്റ്റ് ബയോ ഹാക്സ് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്താണ് സൺലൈറ്റ്. ഇപ്പോൾ ഈ ഒരു ജനറേഷന് ഒട്ടുമിക്ക ആൾക്കാരും ലാക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. എന്നിട്ട് ഡോക്ടർമാർ ഓരോ സപ്ലിമെൻറ്റും ഗുളികകളും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. കാരണം എന്താണ്? ഫുൾ ഉള്ളിലാണ് കളികളും കാര്യങ്ങളൊക്കെ, ഫോണിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലാണ്, സിസ്റ്റത്തിന് മുമ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യാണ് ഒരു ഡേ ഫുള്ള്. മോർണിംഗ് സൺലൈറ്റോ ഈവനിങ് സൺലൈറ്റോ ഒന്നും കിട്ടുന്നില്ല. സൺലൈറ്റ് നിങ്ങളെ സർക്കേഡിയൻ റിതം, അതായത് നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങളുടെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ ക്ലോക്ക് സർക്കേഡിയൻ റിതത്തിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ നിങ്ങളെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ സൺലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വാക്ക് ചെയ്തിട്ടോ ഒക്കെപ്പാടെ കൂട്ടിയിട്ട് മോർണിംഗ് ഈവനിങ് കൂട്ടിയിട്ട് ഒരു അരമണിക്കൂർ സൺലൈറ്റ് എങ്കിലും കിട്ടാൻ നോക്കുക. ഇനി രണ്ടാമത്തെ സംഭവമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ ഉള്ളതല്ലേ, ഇതെങ്ങനെ ബയോ ഹാക്കിംഗ് ആവുക? എക്സാക്ട്ലി. സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും നമ്പർ 1 പ്രയോറിറ്റി ആക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ ബോഡിലി ഫങ്ഷൻസിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മൂഡായിക്കോട്ടെ, നമ്മുടെ എനർജി ആയിക്കോട്ടെ, നമ്മുടെ ലേണിംഗ് എബിലിറ്റി ആയിക്കോട്ടെ, അതർ കോഗ്നിറ്റീവ് സംഭവങ്ങളായിക്കോട്ടെ, ഫിസിക്കലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊക്കെ സ്ലീപ്പിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് പറഞ്ഞാൽ ഒരു 10 to 30 മിനിറ്റ് സൺലൈറ്റ് കിട്ടി നിങ്ങൾക്ക് ഒരു ദിവസം. ഇനി അതേപോലെ ഒരു 8 hour സ്ലീപ്പ് കിട്ടാൻ ശ്രദ്ധിക്കുക. അടുത്തത്, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്, ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ളതൊക്കെയാണ്. പക്ഷെ ഇത് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ഓല മുമ്പ് എത്താൻ അല്ലെങ്കിൽ ഓല മുകളിലൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ ഇത്ര മതി. അപ്പോൾ ഉറങ്ങാനുള്ള ഒരു സിമ്പിൾ ടിപ്സ് എന്ന് പറയുന്നത്, ഞാൻ അതിലൊരു അടുത്തൊരു സംഭവം പറയുന്നുണ്ട്, എക്സസൈസ് എന്നുള്ളത്. അപ്പം നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും ബോഡി, അപ്പം നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. അതുപോലെ ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കൽ നിർത്തുക. ഒരു 1 hour മുമ്പ് ബ്ലൂ ലൈറ്റുകൾ, ഡിവൈസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ സൺലൈറ്റ്, രാവിലെയും വൈകുന്നേരം സൺലൈറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ, ആ റൂം ഫുള്ള് ഡാർക്ക് ആക്കുക, കുറച്ചുകൂടി കൂളാക്കുക ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. ആ സ്ലീപ്പിലാണ് നമ്മുടെ റിക്കവറിയും അതുപോലെ നമ്മുടെ എന്താണ് ഒരുപാട് ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഇഷ്ടം പോലെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് നല്ല പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇനി മൂന്നാമത്താണ് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇപ്പോൾ അധികം ആൾക്കാരും കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്? ഇഷ്ടം പോലെ, ഇപ്പോൾ മുതിർന്ന ആൾക്കാരല്ല, ഇനി വളർന്നു വരുന്ന കുട്ടികളുടെ ഇതാണ് ഞാൻ പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും മറ്റൊക്കെ വാങ്ങുന്ന ഒരുപാട് ടൈപ്പ് ഇഷ്ടം പോലെ, നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സും സിന്തറ്റിക് കളേഴ്സുകളും
സ്റ്റെബിലൈസേഴ്സും ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാനും എന്താ പറയുക ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടാനും ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ ഉള്ളിൽ. അപ്പോൾ ഇതിന് പകരം നമ്മളെന്ത് ചെയ്യുക, കൂടുതലും സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് നിങ്ങളെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നിങ്ങളെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈപ്പ് ഫുഡ് മാത്രം കഴിക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നു എമുൾസിഫയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാൾട്ടോഡെക്സ്ട്രിൻ ഉണ്ട്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മൂപ്പത്തേർക്ക് മനസ്സിലാവില്ല. പക്ഷെ അതേസമയം ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആ മുട്ട മാത്രമേ ഉള്ളൂ. ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ, ബീഫ് എടുത്തു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റ് റൈസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിലൊന്നും വേറെ ഇൻഗ്രീഡിയൻസ് ഇല്ല, റൈറ്റ്? അപ്പം അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മുടെ ഫുഡ് ഡോപ്പമിൻ സിസ്റ്റം, ഫുഡ് കഴിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലഷർ സിസ്റ്റത്തിന് ആ ഒരു ബ്ലിസ് പോയിന്റ് ഉണ്ടല്ലോ, ഇത്രത്തോളം കറക്റ്റ് അളവിൽ ഫാറ്റ്, ഇത്രത്തോളം കറക്റ്റ് അളവിൽ ഷുഗർ, ഇത്രത്തോളം സാൾട്ട്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ കിട്ടുന്ന ഈ സംഭവം എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഫുഡ് കമ്പനീസ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ ശരിക്കും നമ്മളെ ഫ്യൂവൽ ചെയ്യുന്ന സംഭവങ്ങൾ, നാച്ചുറലായിട്ടുള്ള ഹോൾ ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുട്ട, റെഡ് മീറ്റുകൾ എല്ലാ ടൈപ്പും, അതുപോലെ ഡയറി ഐറ്റംസ്, അതിൽ നിന്നുള്ള ഫാറ്റുകൾ, അതായത് ബട്ടർ, ഗീ, ഇങ്ങനത്തെ സംഭവങ്ങൾ, കോക്കനട്ട് ഓയിൽ, സീഡ് ഓയിലുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. പക്ഷെ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവമല്ല. ബട്ട് ഇഫ് യു ഫീൽ ഗുഡ്, ഞാൻ ആരെങ്ങളോട് പറയാൻ കഴിക്കണ്ടെന്നുള്ളത്, ഇഫ് യു ഫീൽ ഗുഡ്, ഇഫ് യു ഫീൽ ഗ്രേറ്റ്, ഈറ്റ് ഇറ്റ്. എന്നിട്ട് ഇങ്ങനത്തെ സിന്തറ്റിക് സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക, കളേഴ്സും ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. ഒരു 85% നല്ല ഫുഡിൽ സ്റ്റിക്ക് ചെയ്യുക. നിങ്ങളെ ഗട്ടും നിങ്ങളെ മൈൻഡും നിങ്ങളെ ബോഡിയൊക്കെ എന്ത് ചെയ്യും, നിങ്ങളോട് താങ്ക് യു പറയും. അപ്പോൾ നമ്മൾ സൺലൈറ്റായി, സ്ലീപ്പായി, ഫുഡായി. ഇനി അടുത്താണ് ഒബ്വിയസ്ലി എക്സസൈസ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചെയ്യേണ്ടിയിരുന്നൊരു സംഭവം അല്ലായിരുന്നു. അതായത് ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലാണല്ലോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംഭവം വന്നത്. ശരിക്കും എന്താണ്, നമ്മൾ നല്ല പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്യുക, അതുപോലെ ഹണ്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യാൻ പോവുക, ഇങ്ങനെ എപ്പോഴും തടി അനങ്ങി നിൽക്കുന്ന, കിലോമീറ്റേഴ്സോളം നടന്ന്, കിലോമീറ്റേഴ്സോളം ഓടി, മൃഗങ്ങളെ പിടിച്ച് അല്ലെങ്കിൽ ഫുഡ് ശേഖരിച്ച്, ഇങ്ങനെയൊക്കെ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആക്ടിവിറ്റിയിൽ, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ആ നമ്മളാണ് സിസ്റ്റത്തിൻ്റെ ബാക്കിലിരുന്നാണ്ട് ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. നോർമലി നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. സോ ഇപ്പോൾ ഒരു ആവറേജ് മാൻ്റെ ലൈഫിൽ നിന്ന് മാറി നല്ലൊരു ലൈഫിലേക്ക് മാറാൻ ഒരു നല്ലൊരു ബയോ ഹാക്കിംഗ് ടിപ്പാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇവിടെ ഗോൾ എന്ന് പറയുന്നത് ഡെയിലി നിങ്ങളെ ബോഡി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മൂവ്മെൻ്റാണ് ഇവിടുത്തെ ഗോൾ പറയുന്നത്. അതായത് ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫറബിളി പറയാം, ഒരു ആഴ്ചയിൽ ഒരു 4-5 ദിവസം ലിഫ്റ്റിങ്, അതുപോലെ 1-2 ദിവസം ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസ് ലൈക്ക് സ്പ്രിൻറ്റിങ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഓടുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫുട്ബോൾ കളിക്കുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓടാൻ പോവുക, അല്ലെങ്കിൽ സ്വിമ്മിങ്, അല്ലെങ്കിൽ സൈക്ലിങ്, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എന്നും. കാരണം നിങ്ങളെ ചുറ്റുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് സർക്കിള്, അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിലുള്ളവർ, ഇവരെ ഫുൾ എടുത്തിട്ട് നോക്കിയാൽ മതി അതിൽ എത്രത്തോളം ആൾക്കാർ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസിയാണ് ഈ ആൾക്കാർ ഔട്ട് വർക്ക് ചെയ്യാനെന്നുള്ളത്. ഇനി അടുത്തത് നല്ലൊരു സംഭവമാണ്, ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരിക്കുന്നത്, കഫീന് എങ്ങനെ എടുക്കണം, എത്ര ഡോസ്, നമുക്ക് എന്താ കൊണ്ടുള്ള ഉപകാരം, ഇതെല്ലാം ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. ഹൗ ടു യൂസ് കഫീൻ ഫോർ ഇൻറ്റൻസ് ഫോക്കസ് എന്ന് പറഞ്ഞാണ്ട് 2-3 വീഡിയോസിന് മുമ്പ് ഉണ്ടാവും. നോർമൽ ആൾക്കാർ കുറച്ചുകൂടി എന്താ പറയുക ഉറക്കമൊക്കെ വന്നാണ്ട് ഒരു ഹാഫ് ഫോക്കസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രീം ഫോക്കസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഹാക്കാണ് കഫെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കഫെയിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ എണീക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 മണിക്കൊക്കെ എണീറ്റാണ്ട് നേരെ പോയി കുടിക്കരുത്. അതിൻ്റെ പകരം എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡിലേ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഡിലേ ചെയ്തിട്ട് കുടിക്കുക. അത് എന്തിനാണ്, ഉച്ചക്ക് വരുന്ന ക്രാഷ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഉറക്കം വരുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം കുടിക്കുന്നത് നമ്മുടെ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ കഫെയിൻ എന്ന് പറയുന്നത്
10 to 12 മണിക്കൂർ വരെ അതിന് ക്വാർട്ടർ ലൈഫ് ഉണ്ടാവും. അതായത് എത്ര mg ആണ് നമ്മൾ കുടിച്ചത് അതിൻ്റെ ഒരു ക്വാർട്ടർ മില്ലിഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ അപ്പോഴും ഉണ്ടാവും, ഒരു 12 മണിക്കൂർ ആയാലും. അപ്പോൾ അതാണ് പറഞ്ഞത്, അത്രയും ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്ലീപ്പും നമ്മളൊരു ബയോ ഹാക്കിൽ പെട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഏർപ്പാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള നല്ലൊരു ടൂളാണ് കഫീൻ എന്ന് പറയുന്നത്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി, അപ്പോൾ ഫുൾ കാര്യങ്ങൾ ക്ലിയർ ആവും. അടുത്തൊന്നാണ് മെഡിറ്റേഷൻ, ബ്രെത്ത് വർക്ക് അല്ലെങ്കിൽ NSDR. NSDRനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പും കുറച്ച് വീഡിയോയിൽ പറഞ്ഞാണ്. നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് പ്രോട്ടോകോൾസ്. അതായത് നമുക്ക് നമ്മൾ എണീറ്റാണ്ട് ചെറുതായിട്ട് നമുക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, അതിലാണെങ്കിൽ നമുക്ക് മോർണിംഗിലൊക്കെ ചെറിയൊരു ഗ്രോഗിനെസ്, ടയർഡ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് NSDR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അതിൻ്റെ എഫക്റ്റുകൾ ഇല്ലാതാക്കാൻ പറ്റും. കുറച്ചും കൂടി ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ പറ്റും, കുറച്ചും കൂടി സമാധാനം കിട്ടും. അതായത് ഒരു മെഡിറ്റേഷൻ തന്നെയാണ് സംഭവം, പക്ഷേ കുറച്ചും കൂടി റിഫ്രഷിങ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്താണ്ട്, നിങ്ങളെ ശ്വാസത്തിൽ ഫോക്കസ് ചെയ്താണ്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവും. പല ടൈപ്പ് ബ്രെത്ത് വർക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ യൂട്യൂബിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ NSDR എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ആൾക്കാർ ചെയ്തിരിക്കണേ. ഇനി ഒരു ചെറിയൊരു മെഡിറ്റേഷൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാനും ചെയ്തിരിക്കണേ, ഈ ചാനലിൽ തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോ. അപ്പോൾ മെഡിറ്റേഷൻ നമുക്ക് ഒരുപാട് തോട്ട്സുകളെ, ഒരുപാട് വിഷ്വൽ ഇൻഫോർമേഷൻസ്, ഒരുപാട് സംഭവം ഇങ്ങനെ കലപിലായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഒന്ന് ലൈഫിനൊന്ന് ഓർഡറിലൊന്ന് പോകാൻ, കുറച്ചൊരു സമാധാനം കിട്ടാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അടുത്തതാണ് കോൾഡ് എക്സ്പോഷർ, ഐസ് ബാത്ത് അല്ലെങ്കിൽ കോൾഡ് പ്ലഞ്ച്, ഈ സംഭവങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഞാനും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഒന്നല്ല, പക്ഷെ ഞാൻ ചെയ്തിട്ട് എനിക്ക് അതിന് നല്ല ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി കയറും. ഡോപ്പമിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, പെട്ടെന്നൊരു അവൈക്കൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ, കൂടുതൽ അലേർട്ടാക്കാൻ, ഇതിനൊക്കെ ഈ സാധനം ബെസ്റ്റാണ്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, ഐസ് കൊടുത്തിട്ട് ഐസ് ബാത്ത്. അതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഞങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഓഫർ കിട്ടി. കോഴിക്കോട് ഒരു ടീമുണ്ട് ഈ പുതിയൊരു ഐസ് ബാത്തിൻ്റെ ചെയ്ത് തുടങ്ങിയത്, ഐസ് പ്ലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓരും എന്ത് ചെയ്തു, എന്നെ വിളിച്ചു, നല്ല ഒരു വീഡിയോ ചെയ്തിരുമോ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ ഇവിടെ ആരും ചെയ്യാത്തൊരു കൺസെപ്റ്റ് കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങളവിടെ പോയി വീഡിയോ ഒക്കെ ചെയ്തെടുത്തു. അവർക്ക് അത്യാവശ്യം റീച്ച് കിട്ടി. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് നമുക്ക് നോർമലി ഒരു ഹാപ്പി സ്റ്റേറ്റിലേക്ക് എത്തും. എൻഡോർഫിൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഉറക്കത്തിന് നല്ല ബൂസ്റ്റ് ചെയ്യാൻ നല്ല സാധനമാണത്. അവിടെ ഐസ് ബാത്ത് മാത്രമല്ല, ഐസ് ബാത്ത് പ്ലസ് മറ്റേ സ്റ്റീം ബാത്തും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കോൺട്രാസ്റ്റ് ചെയ്യാണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റിക്കവറിക്കാണെങ്കിലും നമ്മളെ മൂഡിനാണെങ്കിലും മൊത്തത്തിലൊരു എന്താ പറയുക, നല്ലൊരു സമാധാനം കിട്ടുന്ന സംഭവമാണ് കോൾഡ് പ്ലഞ്ച്, കോൾഡ് എക്സ്പോഷർ, കോൾഡ് ഷവർ അല്ലെങ്കിൽ ഐസ് ബാത്തൊക്കെ. ഇപ്പോൾ അധികം ആൾക്കാരും ചെയ്യാത്തൊരു സംഭവമാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. അതും ഫുൾ ടൈം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതൽ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നത്, രാവിലെ നീറ്റ് ഉടനെ ഫോണിനെടുക്കും, ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ എന്താ പറയുക, ന്യൂസ് ഇതൊക്കെ കാരണം ഫസ്റ്റ് ആവശ്യമില്ലാത്ത ഓരോ ഇൻഫർമേഷൻസൊക്കെ ഉള്ളിൽ കയറ്റുണ്ടാവുക. പക്ഷെ അതേസമയം മോർണിംഗ് എണീറ്റിട്ട് ഒരു കുറച്ച് മണിക്കൂർ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണത്തെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാണ്, മെസ്സേജും കാര്യങ്ങളൊക്കെ ഓഫാണ്. ജസ്റ്റ് രാവിലെ നീച്ച് ചെറിയ രീതിയിൽ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മോർണിംഗ് വാക്കൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഈ ഒരു ഡിജിറ്റൽ എന്താ പറയുക ട്രാപ്പിലേക്ക് നേരെ വീഴാതെ കുറച്ച് ടൈം നമുക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയി നിൽക്കുന്ന സമയമാണ്. ആ സമയം തന്നെ ഈ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുപോയാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബ്രയാൻ ജോൺസന്റെ ടൈപ്പ് ബയോ ഹാക്കിങ് ചെയ്യാം. അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കി നിങ്ങളെ ബ്ലഡിലെ പ്ലാസ്മ മാറ്റി വെച്ച് പല ഇഞ്ചക്ഷൻസും വെച്ച് ജീൻ തെറാപ്പിയൊക്കെ ചെയ്ത് 50+ സപ്ലിമെൻറ്റ്സ് ഗുളികകൾ ഡെയിലി കഴിച്ച് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഡിവൈസുകൾ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബയോ ഹാക്കിങ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത്
ബയോ ഹാക്കിംഗ് അല്ല. ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ബയോ ഹാക്കിംഗ് അല്ല. ഇറ്റ് ഈസ് ലിവിങ് ആസ് പെർ ബയോളജി. ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്ക് എന്നുള്ള വാക്ക് അതിന് കറക്റ്റ് അല്ല. നമ്മൾ ശരിക്കും നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഹ്യൂമൻസ് എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ആ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അത് നമ്മൾ ഒപ്റ്റിമം പെർഫോമൻസിലേക്ക് എന്തായാലും നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെയുള്ള മെത്തേഡാണ് ഈ ശരിക്കത്തെ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ബ്രയാൻ ജോൺസന്റെ ടൈപ്പ് ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ ഉപയോഗിച്ചുണ്ട്. അപ്പോൾ ഇതിൽ ഏതുവാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.